ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ മീറ്റപ്പ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കാറ്ററിംഗ് ഒന്നും ഏൽപ്പിക്കാതെ വീട്ടിൽ തന്നെ ബിരിയാണി വെച്ചിട്ടു. ഞങ്ങൾ ഒരു കുട്ടികളും മക്കളും എല്ലാവരും കൂടി ചേർന്നിട്ടൊരു 10-50 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ തന്നെ കൈക്കൊണ്ടാവണം, അങ്ങനെ എല്ലാവരും കൂടി എല്ലാം സഹകരിച്ച് സപ്പോർട്ട് കൂടിയാണ് ചെയ്തത്. അപ്പോൾ ഒരു കുറേ നാളത്തിന് ശേഷം നമ്മൾ ഒപ്പിളി കാറ്ററിംഗ് ഒക്കെ ഏൽപ്പിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടൂലല്ലേ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിന് പ്രത്യേകതയല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറഞ്ഞ 2 മണിക്കൂർ കൊണ്ട് ചെയ്താണ് കേട്ടോ ഫുള്ള്. അപ്പോൾ ചിക്കൻ ബിരിയാണി വെച്ചത്. അപ്പോൾ ബിരിയാണീൻ്റെ മേലെ പൊരിച്ച് കോരാൻ വേണ്ടിയിട്ട് കുറച്ച് പൊരിച്ച ഉള്ളി ഉണ്ടാക്കി. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളി ഇട്ടു, തക്കാളി ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട്, പച്ചമുളക്, അങ്ങനെ എല്ലാം ചെയ്ത് ഇതരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ എല്ലാം ചെയ്ത് റെഡിയാക്കി മല്ലിയിലിട്ടു, മല്ലിയിലും പുതിനയിലൊക്കെ ഇട്ടു. പിന്നെ മഞ്ഞൾ, മുളക്, മല്ലി, ഗരം മസാല, അങ്ങനെ എല്ലാം ചേർത്ത് തൈരും ചെറുനാരങ്ങ നീരും എല്ലാം ചേർത്ത് ചിക്കൻ മസാലയും കുറച്ചിട്ട് കുരുമുളക് പൊടിയും കുറച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഞങ്ങളെല്ലാം വേഗം ചെയ്ത് കൂടുതൽ വീഡിയോസ് ഉണ്ട്. കുട്ടികളെ പരിപാടിയും വലിയവരെ സാറ്റുകളെയും അങ്ങനെ ഒരുപാട് ഓർമ്മകളും പഴയകാല ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്നൊരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. മൊത്തത്തിൽ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ മസാല മിക്സ് റെഡിയായിക്ക് ഇങ്ങനെ പുതിനയിലേക്ക് ഇട്ട് കൊടുക്കണ ഭാഗമാണ്. അപ്പോൾ തൈരും ചെറുനാരങ്ങ നീരും ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് നല്ല ഇളക്കിയെടുത്ത് അതിലേക്ക് ചിക്കൻ ഇതാണ്ട് കാണിക്കണേ. ചിക്കനും മസാല ഒക്കെ ഇട്ട് ഇളക്കി ഞാനാണ് ഇളക്കണത്. പിന്നെ എന്താ റൈസ് അതിൻ്റെ മേലെ ദമ്മിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു എന്താ പറയുക, ഒരുപാട് കാലത്തൊരു മോഹമായിരുന്നു ഞങ്ങളങ്ങനെ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത്. മറ്റേ എപ്പോഴും മൊത്തത്തിൽ ഏൽപ്പിക്കലാണല്ലോ, ചെറിയ ഫംഗ്ഷനാണെങ്കിൽ പോലും ഏൽപ്പിക്കൽ പരിപാടിയാണ്. അപ്പോൾ ഇതൊരു 7 കിലോൻ്റെ ഫുഡാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ദമ്മിൻ്റെ ചെമ്പിൽ കൊള്ളാത്ത കുറച്ച് റൈസ് വേറെ മാറ്റി വെച്ചിട്ടോ. എന്നിട്ട് പിന്നെയാണ് പിന്നെ ദമ്മ് ഒരുമിച്ച് ചെയ്തപ്പോൾ മിക്സാക്കുകയും ചെയ്ത് ദമ്മ് പൊട്ടിച്ച് മിക്സ് ചെയ്തത്. അപ്പോൾ റൈസ് എന്തൊക്കെ നല്ല ടേസ്റ്റിനുണ്ട് കഴിക്കാൻ. നമ്മൾ ഉണ്ടാക്കിയത് തന്നെ നല്ല ഉഷാറായി വന്നു കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസ് ചാനലിൽ ഒന്നിച്ചിടുന്നുണ്ട്. ബാക്കി ചാനലിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ, ലൈക്കും ചെയ്യേ.